നമ്മൾ കണ്ടൻസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് വേർഡ് കൗണ്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആക്ച്വലി ഗൂഗിൾ സേസ് വേർഡ് കൗണ്ട് ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പക്ഷെ നമ്മൾ കണ്ടൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സെർച്ച് ഇൻറ്റൻറ്റ്. നമ്മൾ എഴുതുന്ന ടോപ്പിക്സിൻ്റെയും ഓഡിയൻസിൻ്റെയും ആവശ്യകത അനുസരിച്ചിട്ട് വേണം നമ്മൾ കണ്ടൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യൂസർ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് സെർച്ച് ചെയ്ത് വരുന്ന സമയത്ത് ആ യൂസർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറയുന്നത് പ്രൈസ് ലിസ്റ്റും പ്രൈസ് കമ്പാരിസണൊക്കെയാണ്. സോ അവിടെ നമ്മൾ 2500 വേർഡ്സിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ യൂസർ സാറ്റിസ്ഫൈഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബൗൺസ് റേറ്റും കൂടും. സോ നമ്മളൊരു ടോപ്പിക്കിൽ കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ സെർച്ച് ഇൻറ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മളൊരു കണ്ടന്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി സെർച്ച് എഞ്ചിൻസിൽ ടോപ്പ് പെർഫോമിംഗ് ചെയ്യുന്ന പേജസിലുള്ള കണ്ടന്റ്സിലുപരി നമ്മുടേതായ ഇൻസൈറ്റ്സും പേഴ്സണൽ എക്സ്പീരിയൻസും കേസ് സ്റ്റഡീസും വെച്ച് ഒരു ഇൻഫോർമേഷണൽ ഗെയിൻ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ് യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പേജിലോട്ട് വരുന്ന ട്രാഫിക് അവർ കറക്റ്റായിട്ട് ആ കണ്ടന്റിൽ അതിനെ കൺസ്യൂം ചെയ്യുന്നുണ്ടോ, അതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ഗൂഗിളിനെ സംബന്ധിച്ച് ഓരോ യൂസർ സിഗ്നൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പേജ് കണ്ടന്റും പേജ് സ്ട്രക്ചറും ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ ആയിരിക്കും. സോ SEO isn't about word count, it's about value.